ഹായ് ഹലോ വെൽക്കം ടു സിഹാസ് ക്രിയേഷൻസ് എ ടു സ്റ്റിച്ച് ട്രിക്സ്. നമ്മുടെ അടുത്തുള്ള മദ്രസയിൽ നബിദിനാഘോഷത്തോടനുബന്ധിച്ചും മദ്രസയിലെ യൂണിഫോം സ്റ്റിച്ച് ചെയ്യുന്നതിനുള്ള ഓർഡർ നമുക്കാണ് കിട്ടിയത്. അതിനായിട്ട് നമ്മൾ പോയി മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ്. വളരെ കുറച്ച് വീഡിയോസേ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ, കാരണം നമുക്ക് ദിവസം കുറവായിരുന്നു. 3 ദിവസം കൊണ്ടാണ് നമ്മൾ 15 കുട്ടികൾക്ക് പർദ്ദ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. തിരക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വീഡിയോസൊന്നും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇടയ്ക്ക് എടുത്തതൊന്നും ഫോണിലത് കാണുന്നുമില്ല നോക്കിയിട്ട്. ഏതായാലും കിട്ടിയ വീഡിയോസ് വെച്ചിട്ട് ചെറിയൊരു വീഡിയോ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ശനിയാഴ്ചയാണ് നമ്മൾ അളവുകളെല്ലാം സെറ്റാക്കിയത്. പിറ്റേ ദിവസം ഞായറാഴ്ച ഷോപ്പൊക്കെ അവധിയായിരുന്നു. പിന്നെ ഉള്ള ഷോപ്പുകളിൽ കയറി പർച്ചേസ് ചെയ്ത് നമ്മളത് കറക്റ്റ് കളറ് സെറ്റാക്കുമായിരുന്നു. കളർ കോഡ് നമുക്ക് തന്നിരുന്നു, പിന്നെ മോഡലും നമുക്ക് അയച്ചു തന്നിരുന്നു. ഇത് രണ്ടും വെച്ചിട്ട് അതിന് ഏറ്റവും മാച്ചാവുന്ന മെറ്റീരിയൽ തന്നെ നമ്മൾ കുറേ കടകൾ കയറി ഇറങ്ങി ഏറ്റവും മാച്ചാണെന്ന് തോന്നിയ മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്തു. പർദ്ദയും മഫ്തയും ഉണ്ടായിരുന്നു. പർദ്ദയ്ക്ക് ലാവണ്ടർ കളറും മഫ്തയ്ക്ക് ഒരു ലൈറ്റ് ടീ ബ്ലൂ കളറും ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. നമ്മൾ കയറിയ ഷോപ്പിലെ കുറച്ച് വീഡിയോസാണ് എടുത്തേക്കുന്നത്. ഇത് പർദ്ദ മെറ്റീരിയൽസാണിത് ഫുള്ളും. നമ്മൾ ഇതിൽ നിന്നും ലാവണ്ടർ കളർ സെലക്ട് ചെയ്തു. 150 മുതൽ 500-ഉം 600-ഉം ഒക്കെ മീറ്ററിന് വില വരുന്ന മെറ്റീരിയൽസ് ഇവിടെയുണ്ട്. മഫ്ത മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് മീറ്ററിനല്ല വില പറയുന്നത്. അത് നമ്മൾ എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ മീറ്റർ പറഞ്ഞ് പിന്നീട് അത് തൂക്കി നോക്കിയിട്ടാണ് നമ്മൾ വില വെച്ചേക്കുന്നത്. ഈ ലാവണ്ടർ കളറാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇനി മഫ്തയാണെങ്കിൽ ഇങ്ങനെയാണ് കളർ കോമ്പിനേഷൻ വരുന്നത്. നമ്മൾ വിചാരിച്ച അത്രയും മീറ്റർ നമുക്ക് തുണിയില്ലായിരുന്നു. കാരണം വീതിയുള്ള തുണിയാണെങ്കിലും നമുക്കൊരു 30 മീറ്ററിനടുത്ത് വേണമായിരുന്നു. പക്ഷേ നമുക്ക് 24 മീറ്ററേ കിട്ടിയുള്ളൂ. ഫുൾ റോൾ എടുത്തിട്ടും നമുക്ക് 24 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വളരെ സമയമെടുത്താണ് വെട്ടിയത്. കാരണം ഒട്ടും തുണി വേസ്റ്റ് ആകാതെ നമുക്ക് ഫുൾ തുണിയിൽ നിന്നും കറക്റ്റ് തയ്ച്ചൊപ്പിക്കണമായിരുന്നു. 16 കുട്ടികൾക്കാണ് തയ്ക്കേണ്ടത്. 15 കുട്ടികൾക്ക് കറക്റ്റായിട്ട് മെറ്റീരിയൽ തികഞ്ഞു. ഒരു കുട്ടിക്ക് തികഞ്ഞില്ല. അത് എൻ്റെ മോളായതുകൊണ്ട് ഞാൻ അത് 20 ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും അത് റീസ്റ്റോക്ക് വരും, അന്നേരം ഇപ്പോൾ തയ്ച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു. ബാക്കി കുട്ടികൾക്കെല്ലാം നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റി. ഇത്തിരി രാത്രി വൈകി കിടന്നും രാവിലെ നേരത്തെ തന്നെ സ്റ്റിച്ച് ചെയ്യാനിരുന്നൊക്കെ ഞങ്ങൾ 3 ദിവസം കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കി. സ്റ്റിച്ച് ചെയ്ത് മാത്രം പോരാ, നമുക്ക് ബട്ടൺസ് എല്ലാം പിടിപ്പിക്കണം. ഈ 15 പീസിലും ബട്ടൺസ് പിടിപ്പിക്കണം. മഫ്തയുണ്ട്, പിന്നെ അതിൻ്റെ ലോക്കിംഗ് ഉണ്ട്, എല്ലാം ഫുൾ. പിന്നെ എല്ലാം അയൺ ചെയ്ത് സെറ്റാക്കി നമ്മൾ തിങ്കൾ ചൊവ്വ ബുധൻ വൈകുന്നേരം കൊണ്ട് ഫുൾ സെറ്റാക്കി. വ്യാഴാഴ്ചയായിരുന്നു നമുക്ക് ഓർഡർ കൊടുക്കേണ്ടത്. വ്യാഴാഴ്ച രാവിലെ തന്നെ നമുക്ക് കൊടുക്കാനും പറ്റി. ഫ്രണ്ട് പടിയുടെ പീസൊക്കെ തേപ്പൊട്ടിയിലൊന്ന് അമർത്തി തേച്ച് കൊടുത്തു. പിന്നെ സ്റ്റീമറിൽ അയൺ ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അയൺ ചെയ്തെടുക്കാൻ പറ്റി. അതിൻ്റെ ഫ്ലീറ്റ്സിലൊക്കെ തേക്കുമ്പോൾ തന്നെ നല്ലോണം പതഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്ര എണ്ണ പെട്ടെന്ന് സ്റ്റീം ചെയ്ത് നല്ല വൃത്തിക്ക് ഫിനിഷിങ്ങിൽ കൊടുക്കാൻ പറ്റി. സ്റ്റീമറിൽ തന്നെ നമ്മൾ അയൺ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു പ്രത്യേക ഒരു പെർഫെക്ഷൻ തുണിക്കുണ്ടാവും. ഞാൻ ഓണത്തിന് പട്ടുപാവാടയെല്ലാം തേപ്പൊട്ടി തന്നെയായിരുന്നു ഞാൻ അയൺ ചെയ്തെടുത്തത്. പക്ഷേ ഞാനിത് പെട്ടെന്ന് ഇത്ര എണ്ണം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ചെയ്യേണ്ടതുകൊണ്ടും ഞാൻ സ്റ്റീമറി ഫ്ലീറ്റ്സുകളൊക്കെ ഇങ്ങനെ സ്റ്റീം ചെയ്തപ്പോൾ അത് നല്ല മടക്കിൽ തന്നെ വന്നു. അതുകൊണ്ട് തന്നെ നല്ല ഒരു ഗ്ലേസിങ്ങും തുണിക്ക് വരും. സ്റ്റീമറിൽ തേക്കുമ്പോഴത്തേക്കും തുണിക്ക് ഒരു നല്ലൊരു ഗ്ലേസിങ്ങും വരും.
കുറേ വീഡിയോസൊന്നും നമുക്ക് കിട്ടിയില്ല. ഇതെല്ലാം പാക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് കാണുന്നില്ല ഫോണിൽ. പിന്നെ എന്നാൽ ഉള്ള വീഡിയോസ് കൊണ്ട് വീഡിയോ സെറ്റാക്കാമെന്ന് വിചാരിച്ചാണ്. സ്റ്റീമറിൽ ഇത് ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. നല്ല ചൂടാണ് ഈ പിടിക്കുന്ന ഭാഗത്തിനൊക്കെ. പിന്നെ സ്റ്റീം കയ്യിലേക്ക് വരാതിരിക്കാനും ശ്രദ്ധിക്കണം. ഈ സ്റ്റീമറിൻ്റെ തന്നെ സ്റ്റാൻഡാണ് സൈഡിലുള്ളത്, പക്ഷേ അതിലേക്ക് തുണി സെറ്റ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഇത്തിരി കൂടി എളുപ്പമാണ് ഈ നമ്മൾ ഡമ്മിയിൽ ചെയ്യുന്നതെന്ന് തോന്നി. അതുകൊണ്ട് ഡമ്മിയിലേക്ക് വെച്ചിട്ടാണ് പെട്ടെന്ന് സ്റ്റീം ചെയ്തെടുത്തത്. ഓരോരുത്തരുടെയും പേരുകൾ എഴുതി ഓരോന്നും പാക്ക് ചെയ്ത് മാറ്റി അവർക്ക് കൊടുക്കാനായിട്ട് കവറിലേക്ക് സെറ്റ് ചെയ്യുകയാണ്. കുട്ടികളതെല്ലാം ഇട്ട് കഴിഞ്ഞ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പ്രോഗ്രാമിൻ്റെ വീഡിയോ എടുത്തിരുന്നു, പക്ഷേ അത് കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാനത് ഇട്ടില്ല. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്.